ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇപ്പോൾ സമയം 5 മണി 5:15 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ അവൾക്ക് ഉള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 6 മണിയാകുമ്പോൾ അവൾ വരും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഷാർപ്പ് 6 മണിയായപ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡ് വന്നു. ഇനി ഞങ്ങൾ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ. 6:30 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയെങ്കിലും നമ്മുടെ ബ്യൂട്ടീഷ്യൻ എത്താൻ കുറച്ച് നേരം വൈകിട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ വന്നേ. കോഴിക്കോട് മുണ്ടിക്കത്താഴമുള്ള ഷെമീസ് മേക്ക് ഓവറിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ ബ്രൈഡ് അനക. ഞാനും 1 മുതൽ 7 വരെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നും വഴക്കാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആട്ടോ. ഇതാണ് കൃഷ്ണ. ഞങ്ങൾ 3 പേരുമാണ് ഒരുമിച്ച് 1 മുതൽ 7 വരെ പഠിച്ചത്. അപ്പൊ ഞാനും കൃഷ്ണയും കൂടെയാണ് അനകയുടെ കൂടെ മേക്കപ്പിന് വന്നിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് ഇപ്പൊ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞങ്ങൾ 3 പേരും എപ്പോഴും കണ്ടാലും കീരിയും പാമ്പും പോലെയായിരുന്നു. അന്ന് വിചാരിച്ചില്ല ഞങ്ങൾ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നു. അനക അവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ വേഗം വന്ന് ഞങ്ങളൊന്ന് റെഡി ആവാണ് കേട്ടോ. നമ്മുടെ ബ്രൈഡിനാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ. ഇവരുടെ മേക്കപ്പും സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. ബ്രൈഡ് ഫുൾ സെറ്റായി ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഇറങ്ങി അവർക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിത്തിരി ഷൈ ടൈപ്പ് ആണ്, പിന്നെ നല്ല ടെൻഷനിലും ആണ്. അവളുടെ കസിൻ തന്നെയാണ് അവൾക്ക് ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു കാര്യത്തിൽ അത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. അവളെ ഫോട്ടോഷൂട്ട് ടൈം ആയപ്പോൾ ഞങ്ങൾ രണ്ടാളും നല്ല പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളെ ഗ്യാങ്ങിലെ ആദ്യത്തെ എൻഗേജ്മെന്റ് ആണിത്. പിന്നെ വേഗം തന്നെ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയം ഒക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണച്ചക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. അനകയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അവള് നല്ല ടെൻഷനിലാണെന്ന്. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തലേന്ന് പ്ലാൻ ചെയ്തൊരു ഡാൻസ് കളിച്ചു. അത് കോമഡി ആയിരുന്നു. അനകയുടെ നിർബന്ധപ്രകാരം മാത്രം കളിച്ചൊരു ഡാൻസ് ആണിത്. അതിന്റെ എല്ലാവിധ തകരാറുകളും ഈ ഡാൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് തീരെ പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ശരിക്കും പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. എൻഗേജ്മെന്റിന്റെ തലേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കളിച്ചൊരു ഡാൻസ് ആണിത്. ആൻഡ് ലാസ്റ്റ് അവരുടെ 2 പേരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് അനകയ്ക്ക് നല്ല രീതിയിൽ പോസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ നമ്മളെ പരിപാടി നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ടയേർഡും ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.